Hi dudes, ടെക്കിനോട് പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് വന്നിരുന്ന അൺബോക്സിംഗ് വേണ്ടിയിട്ടാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി M31s അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷനാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സാംസങ് ഗാലക്സി M31 ഒരു അൺബോക്സിംഗ് മുമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ സാംസങ് ഗാലക്സി M31s അൺബോക്സിംഗിലേക്ക് നമുക്ക് പോകാം. പൊട്ടു സമയം കളയണ്ട, ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാംസങ് ഗാലക്സി M31 ഫസ്റ്റ് ഓഫ് ഓൾ ബോക്സിൻ്റെ ലുക്ക് കാണുമ്പോൾ നൈസായിട്ടുണ്ട്. നമ്മുടെ M31 പോലെ തന്നെയാണ് ഇരിക്കുന്നത്. വേറെ മോർ ഡീറ്റെയിൽസ് ഒന്നും സൈഡിൽ ഒരു M31s എഴുതിയിട്ടുണ്ട്, വേറെ കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല. നമുക്ക് പൊട്ടു സമയം കളയണ്ട, നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സാംസങ് ഗാലക്സി M31 ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കാണുന്നത്. നല്ല അടിപൊളി ലുക്കായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് എന്തൊക്കെ ബോക്സിൽ ഉണ്ട് നോക്കാം. പിന്നെ നമുക്ക് ബോക്സിൽ വരുന്നത് ചാർജറാണ്. ഒരു 25 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് ബോക്സിൻ്റെ ഒപ്പം തന്നെ പ്രൊവൈഡ് ചെയ്ത് വന്നേക്കുന്നത്. അതുപോലെ തന്നെ കേബിളും ചെറിയൊരു വെറൈറ്റി ഉണ്ട്. ഒരു C2C കേബിളാണ് വരുന്നത്, ഇങ്ങനെ എടുത്ത് കാണിക്കണില്ല. അപ്പോൾ ഇത്ര കേസസാണ് മെയിനായിട്ട് വരുന്നത്. ഒരു 25 വാട്ട് ഫാസ്റ്റ് ചാർജർ, അതുപോലെ തന്നെ ഫോൺ. വേറെ നമ്മളൊരു കാര്യം വിട്ടുപോയി. നമ്മുടെ ഫോണിൻ്റെ ബാക്കിൽ നമ്മൾ പേപ്പർ വർക്ക്സ് ആയിരിക്കും മിക്കത് ഉണ്ടാവുക. അപ്പോൾ നോക്കി നോക്കാം എന്നിട്ട് സംഭവം ഒന്ന്. പേപ്പർ വർക്ക്സ് ആണ്, TPU കേസ് ഐറ്റംസ് ഒന്നും കിട്ടുന്നില്ല. പേപ്പർ വർക്ക് ഐറ്റംസ് ഒക്കെയാണ്, നമുക്കിതൊക്കെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ ഫോണിൻ്റെ കൂടെ വരുന്നത്. ദിസ് ഈസ് അവർ സാംസങ് ഗാലക്സി M31s. നമുക്ക് ഓവറോൾ ഫസ്റ്റ് നമ്മുടെ ലുക്ക് ആൻഡ് ബിൽഡ് ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ലുക്ക് ഒരു അടിപൊളി ലുക്ക് തന്നെയാണ് വരുന്നത്. ഒരു ഗ്രാഡിയൻ കളേഴ്സാണ്, അത് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ലുക്ക് ഫീലൊക്കെ നമുക്ക് നല്ലോണം തരുന്നുണ്ട്. പിന്നെ എനിക്ക് സർപ്രൈസിങ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ വെയിറ്റ് ആണ്. വെയിറ്റ് ബാലൻസിങ് നല്ല രീതിയിൽ തന്നെ സാംസങ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു 6000 mAh ബാറ്ററിയുടേതായ വെയിറ്റ് ഒന്നും ഒട്ടും തോന്നുന്നില്ല. 203 ഗ്രാംസാണ് വെയിറ്റ് വരുന്നത്. ബട്ട് നമുക്ക് ഇതൊരു 190 ഗ്രാമിൻ്റെ അത്ര ഫീലൊക്കെ വരുന്നുള്ളൂ. അത് നല്ലോണം തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രീമിയം ഡിസൈനും ക്വാളിറ്റി ഒക്കെ തരുന്നുണ്ട്. ക്യാമറ ചെറുതായിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് ബൾജ് ചെയ്തിട്ടുണ്ട്. അത്ര പ്രശ്നമായിട്ട് പറയാൻ മാത്രമൊന്നുമില്ല. ഇത്രയും കേസസാണ് മെയിൻലി നമ്മുടെ ബിൽഡ് ക്വാളിറ്റി, ലുക്ക് ആൻഡ് ഫീലിലൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നുന്നത്. നമുക്കിനി നമ്മുടെ സാംസങ് ഗാലക്സി M31s പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കാം. ഫസ്റ്റ് 3.5mm ഹെഡ് ജാക്ക്, ഒരു USB Type-C, മൈക്രോഫോൺ, സ്പീക്കർ ഗ്രിൽസ്. ഇത്ര കേസസാണ് അടിയിൽ വരുന്നത്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ വോളിയം റോക്കേഴ്സും അതുപോലെ പവർ ബട്ടൺ വിത്ത് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ സൈഡ് മൗണ്ടഡ് ആണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഒരു സിം ട്രേ മാത്രമാണ് വരുന്നത്. ടോപ്പ് സൈഡിൽ ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോൺ. ഇത്ര കേസസാണ് പോർട്സ് ആൻഡ് ബട്ടൺസിലേക്ക് വരുന്നത്. സാംസങ് ഗാലക്സി M31 ഡിസ്പ്ലേ സെക്ഷൻസ് നോക്കുമ്പോൾ 6.5 ഫുൾ HD പ്ലസ് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 60 Hz റിഫ്രഷ് റേറ്റും കൂടി തരുന്നുണ്ട്. ഇത്ര കേസസാണ് ഡിസ്പ്ലേ കേസിൽ വരുമ്പോൾ. അതുപോലെ തന്നെ ബെസൽസിൻ്റെ കേസ് വരുമ്പോൾ ചെറിയ നാനോ എന്ന് തന്നെ പറയാം, ചെറിയ രീതിയിലാണ് ബെസൽസ് ഒക്കെ വരുന്നത്. അപ്പോൾ അടിപൊളി ലുക്ക് ആൻഡ് ഫീൽ തന്നെ നമുക്ക് തരുന്നുണ്ട് ഫോൺ. നമുക്കിനി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. Exynos 9611 എന്ന പ്രൊസസ്സറാണ് യൂസ് ചെയ്തേക്കുന്നത്. M30s-നും M31-നും യൂസ് ചെയ്തേക്കുന്ന സെയിം പ്രൊസസ്സർ തന്നെയാണിത്. അതുപോലെ തന്നെ ഇതിന് 2 ടൈപ്പ് വേരിയൻ്റ് ആണ് വരുന്നത്. 6GB RAM 128GB വേരിയൻറ്റ്, 8GB RAM 128GB വേരിയൻ്റ് ആണ് രണ്ട് വേരിയൻറ്റ് വരുന്നത്. നമുക്കിനി നോക്കാവുന്ന ഇതിൻ്റെ ബാറ്ററി. ഹൈലൈറ്റ് ക്വാളിറ്റി ഓഫ് M31 എസിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ബാറ്ററി. 6000 mAh പവർഫുൾ ബാറ്ററിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിത്ത് 25 വാട്ട് ഫാസ്റ്റ് ചാർജർ. ഇതാണ് ഇതിൻ്റെ ബാറ്ററി സെക്ഷൻസ് വരുമ്പോൾ. നമുക്കിനി ഇതിൻ്റെ ക്യാമറ സെക്ഷൻസ് നോക്കാം. ഒരു 64 MP ക്യാമറയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വിത്ത് സോണി IMX682 ഒരു സെൻസറും കൂടിയുണ്ട്. 12 MP ഒരു അൾട്രാ വൈഡും 5 MP ഡെപ്ത് ആൻഡ് 5 MP മാക്രോയും കൂടിയാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് വിത്ത് അലോങ് LED ഫ്ലാഷ്. ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഒരു 32 MP ഒരു ക്യാമറയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ ക്യാമറ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതിൽ സിംഗിൾ ടേക്ക് എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ സിംഗിൾ ടേക്ക് വരുന്നതെന്ന്. ഞാൻ ഫോട്ടോസ് കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസ്, വീഡിയോസ്, ഐറ്റംസ് ഒക്കെയാണ് വരുന്നത്. നമുക്ക് വീഡിയോ എന്തോരം വരെ ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. നമുക്ക് ഫ്രണ്ട് ക്യാമറ വെച്ച് വീഡിയോ എടുക്കുകയാണെങ്കിൽ 4K വരെ സപ്പോർട്ട് ചെയ്യും. 4K 30 FPS വരെയാണ് സപ്പോർട്ട് ചെയ്യണത്. ബാക്ക് ക്യാമറയുടെ കേസ് വരുമ്പോൾ ഇതുപോലെ തന്നെയാണ്. ബാക്ക് ക്യാമറ, ഫ്രണ്ട് ക്യാമറയുടെ കേസൊക്കെ വരുമ്പോൾ 4K വരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. 4K 30 FPS വരെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുക. ഇത്ര കേസസാണ് ക്യാമറയിൽ മെയിനായിട്ട് എനിക്ക് പറയാനായിട്ട് തോന്നിയത്. പിന്നത്തെ കേസ് നമ്മുടെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് നമുക്ക് സ്ലോ മോഷൻ വീഡിയോ അടക്കം ഷൂട്ട് ചെയ്യാൻ പറ്റും. സ്ലോ മോഷൻ വീഡിയോ മാത്രമല്ല, 4K വീഡിയോസ്, സ്ലോ മോഷൻ വീഡിയോ, AR ഇമോജീസ് വരെ ഇത് ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിനി നമ്മുടെ സാംസങ് ഗാലക്സി M31 ക്യാമറ ഷോട്ട്സ് നോക്കാം. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് സാംസങ് ഗാലക്സി M31 ബാക്ക് ക്യാമറ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് അപ്പോൾ വീഡിയോ എക്സ്പീരിയൻസ് ഒക്കെ നോക്കാം. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പറയാൻ പറ്റുക.
അപ്പോൾ നിങ്ങൾ എന്തായാലും നോക്കി എന്തൊക്കെയാണ് എനിക്ക് എന്തായാലും തോന്നുന്നു നന്നായിരിക്കും തോന്നുന്നു. സാംസങ്ങിൻ്റെ നല്ലൊരു സോണിയുടെ സെൻസേഴ്സും കൂടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും നോക്കുക. നമുക്കിനി സാംസങ് ഗാലക്സി M31 സെൻസേഴ്സ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫിംഗർ പ്രിൻറ്റ് സെൻസേഴ്സ് നോക്കാം. നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഫിംഗർ പ്രിൻറ്റ് റീഡ് ആവുന്നുണ്ട്. നമുക്കിനി ഫേസ് അൺലോക്കും കൂടി നോക്കാം. ഫേസ് അൺലോക്കും അതുപോലെ തന്നെ പെർഫെക്റ്റായിട്ട് തന്നെ ഫേസ് അൺലോക്കും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കിതിൻ്റെ എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കാം. വൈഫൈ കോളിങ്ങും അതുപോലെ തന്നെ FM റേഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ ഫീച്ചേഴ്സിൽ ഏറ്റവും മെയിനായിട്ട് വരുന്നൊരു കേസാണ് റിവേഴ്സ് ചാർജിങ്. സാംസങ് ഗാലക്സി M31 നമുക്കൊരു പവർ ബാങ്ക് പോലെ യൂസ് ചെയ്യാം. നമുക്ക് C2C ചാർജിങ് ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് സാർ വാല്യൂ കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സാർ വാല്യൂ 1.6 and 1.38 ആണ് വരുന്നത്. വിത്തിൻ ദ ലിമിറ്റാണ്, വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. നമുക്കിനി ഇതിൻ്റെ ഓഡിയോ ആൻഡ് വീഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ലൊരു ഓഡിയോ ആൻഡ് വീഡിയോ എക്സ്പീരിയൻസ് നമുക്ക് നമ്മുടെ സാംസങ് ഗാലക്സി M31 തരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ടായിട്ട് എനിക്ക് തോന്നിയത്. ലൗഡാണ്, എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ടാണ്. മൊത്തത്തിൽ എനിക്ക് ഡിസ്പ്ലേയും അതുപോലെ തന്നെ ആ സൗണ്ടിൻ്റെ ക്വാളിറ്റിയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്കിനി ഇതിൻ്റെ OS ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1 UI കോറിലാണ് വർക്ക് ചെയ്യണത്. അതുപോലെ തന്നെ Android 10 ആണ് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. Android 11 വെർണേഴ്സ് അറിയില്ല എങ്ങനെയാണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റി പാച്ച് ലെവൽ ഫസ്റ്റ് ജൂലൈയിൽ പാച്ച് ലെവൽ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ഇത്ര കേസസാണ് OSൻ്റെ കേസ് വരുമ്പോൾ വരുന്നത്. നമുക്കിനി പെർഫോമൻസ് സൈഡും കൂടി ഒന്ന് നോക്കാം. ഒരു Exynos 9611 എന്ന പ്രൊസസ്സറാണ് യൂസ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഇപ്പോൾ എക്സ്പീരിയൻസ്, ഒരു പെർഫോമൻസ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ വരുമ്പോൾ ഒരു ആവറേജ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് എന്തായാലും തരുന്നതായിരിക്കും. ബട്ട് അത്രയും അങ്ങോട്ട് തരാൻ ചാൻസ് കുറവാണ്. അത് ഇവർക്ക് ചെറുതായിട്ടൊന്ന് പെർഫോമൻസ് ആയിട്ടുള്ള കുറച്ച് അപ്ഗ്രേഡ് ചെയ്യായിരുന്നു. ആ 9611 എന്ന പ്രൊസസ്സർ ഒന്നുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് പെർഫോമൻസ് ഉള്ള ചിപ്സെറ്റ് യൂസ് ചെയ്യായിരുന്നു. എന്തായാലും നല്ല ചിപ്സെറ്റാണ്. കുറേ ഫോണിൽ സാംസങ്ങിനെ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റാണ്. അപ്പോൾ നിങ്ങളുടെ സാംസങ് ഗാലക്സി M31 ഫസ്റ്റ് ഇംപ്രഷനാണ് നിങ്ങളിത് പറയുന്നത്. ഓവറോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഏറ്റവും വലിയ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ആണ്. നല്ലൊരു ഡിസ്പ്ലേ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാംസങ്ങിൻ്റെ ഇതിൻ്റെ ഡിസ്പ്ലേസിൽ ഞാൻ ഇന്നും പറയും അടിപൊളിയാണ് സാംസങ്. എന്നും ടോപ്പായിട്ട് ഡിസ്പ്ലേസ് അവർ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ എനിക്ക് ഡിസ്പ്ലേ സെക്ഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ലാഗ് ഇഷ്യൂസ് അങ്ങനെ ഐറ്റംസ് ഒന്നും വരുന്നില്ല. എനിക്ക് അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല മെയിൻലി. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഫോണിൻ്റെ ലുക്കിൻ്റെ കേസ് വന്നപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഞാൻ ഫോണിൽ നോക്കിയപ്പോൾ ആമസോണിൽ നോക്കിയപ്പോൾ ഒരു ഗ്രാഡിയൻ വേരിയൻറ്റ് വരുന്നെങ്കിലും ഇത്ര വൃത്തി തോന്നിയിട്ടുണ്ടായില്ല. പക്ഷെ നല്ല അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയതായിട്ട് ക്യാമറയുടെ കേസ് ഒന്ന് പൊളി ചെയ്തിട്ടുണ്ട്. പൊടിക്ക് പറയത്തക്ക പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എനിക്കിപ്പം മെയിൻലി എന്തായാലും ഒരു 19,500 rupees ഞാൻ ഫോൺ എടുത്തേക്കണത്. ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നല്ല രീതിയിൽ തന്നെ സാംസങ് പക്കയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് ആയാലും ഒന്നും എനിക്ക് അത്ര ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മളെന്തായാലും ഡീറ്റെയിൽ വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സാംസങ് ഗാലക്സി M31ഉം M31s ചെറിയ ഡിഫറൻസുകളാണ് സാംസങ് വരുത്തിയേക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ കേസ്, ഇതൊരു 25 വാട്ടിൻ്റെയാണ് ഫാസ്റ്റ് ചാർജിങ് പ്രൊവൈഡ് ചെയ്യണേ. സാംസങ് ഗാലക്സി M31 25 പ്രൊവൈഡ് ചെയ്യണില്ല, 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് പ്രൊവൈഡ് ചെയ്യണേ. പിന്നെ നമ്മുടെ ഇതിൻ്റെ കേസ് വരുന്നത് ഡിസ്പ്ലേയുടെ സൈസിൻ്റെ കേസാണ്. ഇതൊരു 6.5 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തേക്കണേ. ഒരു പൊടിക്ക് വ്യത്യാസത്തിലാണ് സാംസങ് M31 ഒരു 6.4 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. 1 ഇഞ്ചിൻ്റെ ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഡിഫറൻസുകളൊക്കെ വരുത്തായിരുന്നു. പിന്നെ ആ പ്രൊസസ്സർ സെഗ്മെൻറ്റിൽ 9611 ആണ് ഇതിന് വന്നേക്കുന്ന പ്രൊസസ്സർ. അതും കൂടി ചെറിയൊരു ഡിഫറൻസിൽ നമ്മുടെ മുമ്പത്തെ സാംസങ് M31s-ൻ്റെയും M31s അല്ല M30s-ൻ്റെയും M31ൻ്റെയും സെയിം പ്രൊസസ്സറാണ് വന്നേക്കണേ ഇതിന് വന്നേക്കണത്. അപ്പോൾ ഇത്ര കേസസ് ആണെങ്കിൽ മെയിൻലി പറയാനായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നല്ലൊരു ഫോൺ തന്നെയാണ് സാംസങ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.